വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു മീൻകറി ഉണ്ടാക്കുന്നത്. കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ടൈപ്പ് മീൻകറി വെച്ചുണ്ടല്ലോ ഒരു 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള മീനാണ് ഈ എടുത്തേക്കുന്നത്. ഏതാണ്ട് 1 കിലോ മീനുള്ളതുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പൊടികളാണ്. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനകത്തായിട്ട് ഒരു 1/4 ടീസ്പൂൺ തികച്ച് വേണ്ട, എന്നാലും ഒരു സ്വല്പം കായപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുവേ. ഉലുവാപ്പൊടി ഞാൻ ചേർക്കത്തില്ല, ഉലുവ ഞാനിങ്ങനെ പൊട്ടിച്ചിടുക ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 3 പച്ചമുളക്, ഒരു 10-15 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ചുവന്നുള്ളി ഒന്നും ചേർക്കത്തില്ല, വെളുത്തുള്ളിയും ഇഞ്ചി, നല്ലൊരു 2 പീസ് ഇഞ്ചിയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പുളി. ഞാൻ ഈ പുളി ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒരു 4-5 മിനിറ്റ് തിളപ്പിച്ച് വെച്ചേക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, നമ്മുടെ കറിക്കകത്ത് പെട്ടെന്ന് പുളി ഇറങ്ങും. സാധാരണ നമ്മൾ മീൻകറി വെച്ചാൽ ഇന്ന് കറി വെച്ചാൽ നാളെയാണ് അതിൻ്റെ പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വരുന്നത് അല്ലേ. നമ്മൾ ഇതുപോലെ ചെയ്ത, അതായത് പുളി നന്നായിട്ട് ഇങ്ങനെ കഴുകി ചെറുതായിട്ട് കീറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് നമ്മളൊരു 5 മിനിറ്റ് തിളപ്പിക്കാമെങ്കിലുണ്ടല്ലോ ഈ പുളി ഇതിനകത്ത് നന്നായിട്ട് ഇറങ്ങും. അപ്പം നമ്മൾ ഈ കറിക്കകത്ത് ഒഴിക്കുമ്പം തന്നെ ഈ മീനകത്ത് പുളി നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പം അതിനു വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. നന്നായിട്ട് നല്ല പോലെ പെട്ടെന്ന് പുളി പിടിക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചതച്ചൊക്കെ ഇടാറുണ്ട്, അങ്ങനെയാണേലും കുഴപ്പമില്ല. പക്ഷേ ഇതാണ് കുറച്ച് കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയത്. ഇഞ്ചി ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ അരിഞ്ഞിടത്തില്ല കേട്ടോ. ഇത് ഇടയ്ക്കൊന്ന് കടിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചതച്ചാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ വെളുത്തുള്ളി ആണെങ്കിലും നമുക്ക് ചതച്ചെടുക്കാം, പക്ഷെ ഞാൻ ഇവിടെ വെളുത്തുള്ളി, ആ വലിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊരു ചെറുതായിട്ടൊന്ന് അരിഞ്ഞങ്ങിടാമെന്ന് വിചാരിച്ചേ. ഇഞ്ചി നിങ്ങൾക്ക് അരിഞ്ഞിടുന്ന ഇഷ്ടമെങ്കിൽ അരിഞ്ഞിടാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഇങ്ങനെയുള്ള കറികൾക്ക് ചതച്ചിടുന്നേ, അതുകൊണ്ട് ഞാൻ ചതച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഈ ചിക്കൻ കറി വെക്കുമ്പോഴാണേലും മീൻ കറി വെക്കുമ്പോഴാണേലും ഇത് ചതച്ച് ഇടുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് അങ്ങ് ഇറങ്ങി കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചിട്ടാലും നല്ലതാണ് കേട്ടോ. ഇത് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കത്തില്ല ഈ മീൻകറികൾ. അപ്പോൾ അതിനകത്ത് മല്ലിപ്പൊടിയൊന്നും ചേർക്കത്തില്ല, പിന്നെ ചുവന്നുള്ളി ചേർക്കത്തില്ല. അങ്ങനെയുള്ള ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് നല്ല പോലെ വഴറ്റി അതിൻ്റെ ആ ഒരു നന്നായിട്ട് വഴറ്റണം ഇതേ, അന്നേരം ആ ഒരു കേട് കൂടാതെ ഇരിക്കും. വലിയ വെളുത്തുള്ളി മാത്രം 2ആയിട്ട് കീറിയാൽ മതിയേ, ചെറിയ വെളുത്തുള്ളി അങ്ങനെ കീറേണ്ട കാര്യമില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. നമ്മളിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. ഇതിനകത്തൊരു സ്വല്പം വെളിച്ചെണ്ണ നന്നായിട്ട് വേണം. വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ഇത് വഴറ്റി ഒക്കെ എടുക്കേണ്ടതല്ലേ, അപ്പോൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഈ കറിക്ക് വേണേ. ചില മീൻ കറിയിൽ ഞാൻ ഒട്ടും എണ്ണയൊന്നും ചേർക്കാത്ത ടൈപ്പ് മീൻകറിയും ഇട്ടിട്ടുണ്ട് കേട്ടോ, കോഴിക്കോട് സ്റ്റൈൽ മീൻകറി. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ, നല്ലതാണ്. ഇപ്പോൾ അധികം എണ്ണയൊന്നും കഴിക്കാൻ പാടില്ലാത്തവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് പറ്റിയ മീൻകറി എൻ്റെ ചാനലിലുണ്ട്. അത് തേങ്ങ അരച്ച് വെച്ച ഫിഷ് കറിയാണ്, നല്ല ടേസ്റ്റ്. എണ്ണയൊന്നും ചേർത്ത് നമ്മൾ വിചാരിക്കും കടുക് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റ് കാണത്തില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല രുചിയാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും കുറച്ച് ഉലുവയും കൂടെ, 1/4 ടീസ്പൂൺ ഉലുവ പൊടി ചേർത്താലും മതി കേട്ടോ. ഈ കടുകും ഉലുവയൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് അത് പൊട്ടി വരണം, എന്നിട്ട് അതിൻ്റെ ആ ഫ്ലേവർ ആ എണ്ണയിൽ ഇറങ്ങും. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഈ കുക്കിംഗ് പഠിച്ച് തുടങ്ങുന്ന കുട്ടികളല്ലേ, ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിപ്പം പുതുതായിട്ട് വരുന്ന ആ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ കടുകൊക്കെ ഇടുമ്പോഴാണേലും നമ്മളിങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടി കയ്യിലൊക്കെ വരും, അല്ലെ മുഖത്തോട്ട് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ സിമ്മിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തേക്കണം, അല്ലെ അത് ഭയങ്കരമായിട്ട് പൊട്ടി വരും. അതുപോലെ ഈ ഉള്ളിയും ഒക്കെ ഇടുമ്പോഴാണേലും നമ്മൾ ശ്രദ്ധിക്കണം. ഈ പച്ചമുളക് നമ്മൾ കീറിയല്ലേ ഇട്ടേക്കുന്നത്, അപ്പോൾ അതിൻ്റെ അരിയൊക്കെ ചിലപ്പോൾ ഒന്ന് പൊട്ടി വരും. അത് ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചേ ചെയ്യത്തുള്ളൂ കേട്ടോ. കുക്കിംഗ് തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയായി പറഞ്ഞു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, കാരണം ചെറിയ ചെറിയ ഇതുപോലത്തെ ടിപ്സൊക്കെ നമ്മൾ പറഞ്ഞു തരും, അതെല്ലാം അപ്പോൾ മനസ്സിലാകും.
നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമൊക്കെ അല്ലേ വലുത്. അപ്പോൾ കുറച്ചൊന്ന് മെനക്കെട്ട് വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. ഇത് നന്നായിട്ട് ഇതിനകത്ത് വഴന്നു വരണേ. ചില കറികളിൽ നമ്മൾ ചുവന്നുള്ളി ചേർക്കുവേ. ചുവന്നുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ. പക്ഷെ നമ്മൾ ഈ കോട്ടയം സ്റ്റൈൽ വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ചുവന്നുള്ളി ചേർക്കാറില്ല കേട്ടോ. നമ്മളിപ്പോൾ ആലപ്പി ഫിഷ് കറി എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ചുവന്നുള്ളി ചേർക്കും. തേങ്ങ അരച്ച കറികളൊക്കെ ആണെങ്കിൽ ചുവന്നുള്ളി അതിനകത്തൂടെ അരയ്ക്കും. ഓരോ സ്ഥലത്തെയും കറികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രുചിയായിരിക്കുവേ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരു 3-4 മിനിറ്റ് ഞാനിത് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ സിമ്മിലിട്ട് വഴറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സ്വല്പ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തേ. അപ്പം നമുക്ക് ഈ ഇളക്കുമ്പം തന്നെ അറിയാം കേട്ടോ, ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരും. നമ്മൾ ആദ്യം ഇളക്കുന്ന പോലെയല്ല, നമ്മൾ കുക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാകും കേട്ടോ. ആ സമയത്ത് നമ്മൾ ഈ മസാല, ഞാൻ ഈ മുളക് പൊടി എല്ലാം കൂടെ ഉണ്ടല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പൊടികൾ അതേപോലെ അങ്ങ് എടുത്തിടുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ആ പൊടി കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സ്വല്പ വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ ഒന്ന് കുതിർത്ത് വെക്കുവേ. ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ട് ഇതിട്ട് കൊടുക്കും. പൊടികൾ എപ്പോഴും ചേർക്കുമ്പം ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് ആക്കിയേക്കണേ. അല്ലെങ്കിൽ ഇത് ശരിക്കും വഴന്ന് ഇതിൻ്റെ പച്ചമണം മാറുകയില്ല, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ വെള്ളം നമ്മൾ ഒഴിക്കുന്നത് അതിനായിട്ടാണ്. പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ചൊന്ന് കുതിർത്ത് വെക്കുന്നത്. ചിലർ നേരെ അങ്ങ് പൊടി അങ്ങ് ഇടും, പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഇതാ. ഇനി ഇതിനകത്ത് കിടന്ന് നല്ല പോലെ ഇതിൻ്റെ വഴന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ല പോലെ ഇത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ മാത്രമേ ആ പച്ചമണം മാറത്തുള്ളൂ. ആ പച്ചമണം മാറുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഈ അരപ്പ് ഇവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. മുളകിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ടോ. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അങ്ങനെയാണ്. ഇനി നമുക്ക് ഈ പുളി ഉണ്ടല്ലോ, പുളി വെള്ളം ഇപ്പോഴേ ഒഴിക്കരുത്. ആ പുളി മാത്രമായിട്ട് ഇതിനകത്തോട്ട്, ഈ പുളിയുടെ കാര്യം പറയുമ്പോഴാണേലും ഉണ്ടല്ലോ, ഈ ചില പുളി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും പുളി കാണത്തില്ല, ചില പുളി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കണക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലുള്ള പുളിയുടെ ഇതനുസരിച്ച് വേണം പുളി ഇടാൻ കേട്ടോ. ഈ പുളിയും കൂടി ഇട്ട് ഇതിനകത്തിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പുളിയും കൂടെ അരപ്പിനകത്തോട്ട് ഇറങ്ങും. അതിനായിട്ട് അങ്ങനെയും ചെയ്യുന്നത്. അതൊക്കെ ടിപ്സാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഞാൻ ആ പുളി തിളപ്പിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാണ് ഞാൻ തിളപ്പിച്ചത്. കാരണം ഈ ഉപ്പിടുമ്പോൾ പുളി പെട്ടെന്ന് ഇറങ്ങും. അപ്പോൾ അത് കാരണം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ഇടുക. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് വീണ്ടും ചേർക്കാം. ഇനി നമുക്ക് പുളി തിളപ്പിച്ച വെള്ളമില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ഇരിക്കുന്ന കറിയല്ല ഇത്. ഈ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം കൂട്ടിയൊക്കെ കൊടുക്കത്തില്ലേ, അത്രയും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഫ്ലെയിം കൂട്ടി വെക്കണം. പുളി ആവശ്യത്തിന് ഇപ്പം തന്നെ അതിനകത്ത് നമുക്കറിയാനുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചാറ് ഈ ഇതിനകത്തോട്ട് മുങ്ങിക്കിടക്കണം കേട്ടോ. നമ്മൾ ഈ തവി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനൊന്ന്, ഇത് ഇട്ടത് കൊണ്ട് മാത്രമാണ് തവി ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കണ്ടോ ഇങ്ങനൊന്ന് താത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇട്ടതല്ല ഉള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കറി ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്പൂൺ ഇട്ട് വല്ലാതെ കുത്തി ഇളക്കരുത്. ഇങ്ങനെ പിടിച്ച് ചുറ്റിച്ചേ എടുക്കാവുള്ളൂ കേട്ടോ. കൈ പൊള്ളും. അപ്പോൾ തുണിയോ എന്തെങ്കിലും കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ച് ചുറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാവേ. നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാവേ. ഇനി അടച്ചു വെച്ച് വേവിക്കാം. അടച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തത്. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിക്കോണേ. ഇനി നമ്മളിത് സിമ്മിലേക്ക് അങ്ങ് ആക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് സിമ്മിൽ കിടന്ന് വെന്താൽ മതി. സ്വല്പം കൂടെ കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ സിമ്മിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡിയാവും. നമ്മളിത് ഇവിടെ അടച്ചു വെച്ചിട്ടൊരു 4 മിനിറ്റായി. നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചാറുമില്ലെന്ന് അങ്ങ് തീരെ അങ്ങ് പറ്റിയല്ല ഇരിക്കുന്നത്. അതുപോലെ ഒരു മീഡിയം ഗ്രേവിയിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ പുറത്ത് തന്നെ വെക്കാൻ 2-3 ദിവസം രാവിലെ എടുത്തൊന്ന് തിളപ്പിച്ചൊക്കെ വെച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ, ഇപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജ് വെക്കാം. അല്ല ഫ്രിഡ്ജ് വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ രാവിലെ ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് രാവിയൊക്കെ കളഞ്ഞ് അങ്ങനെ നമുക്ക് 2-3 ദിവസം പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ
അടിപൊളി ടേസ്റ്റിലുള്ള കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഇവിടെ റെഡിയായി. ഇതുണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കുന്നത് കണ്ടോ. നല്ല ചൂട് ചോറിൻ്റെയും കപ്പയുടെയും പൊറോട്ട, പത്തിരി എല്ലാത്തിൻ്റെയും കൂടി ഇത് നന്നായിട്ട് ചേർന്ന് പോകും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല പുളിശ്ശേരി അല്ലെ മോര് കാച്ചിയത്, പരിപ്പ് കറിയൊക്കെ പോകും കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് പരിപ്പ് കറി, ഇഷ്ടമുള്ളവർക്ക് പരിപ്പ് കറി പോകും. പിന്നെ നമ്മുടെ ചെമ്മീൻ മുരിങ്ങയ്ക്കൊക്കെയുള്ള ഒഴിച്ചുകറികളുണ്ടല്ലോ, ചെമ്മീനും തക്കാളിയും ഇട്ട കറി, ചെമ്മീനും മുരിങ്ങയ്ക്കായും കൂടി ഇട്ടുള്ള കറി, പിന്നെ ഒരുപാട് ഒഴിച്ചുകറികളൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്യണം. ഈ മീൻകറിയുടെ കൂടെ അത് നല്ലതായിരിക്കും. ഇത് കുറച്ച് എരിവൊക്കെ ഉള്ള കറിയല്ലേ, അപ്പോൾ ഒഴിച്ചുകറിയുടെ കൂടെ ഭയങ്കര നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ അവിയല്, ഇതെല്ലാം എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്